എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ യൂൻഗോലിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ പാസ്റ്റ് നിന്ന് പ്രസന്റിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കുമല്ലേ. അവനിപ്പോൾ 2023 അറിയുന്നത് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ യൂൻഗോയിലുണ്ടല്ലോ അവൻ്റെ വീട്ടിലായിട്ട് വരുമ്പോൾ അവൻ്റെ അച്ഛനും അതേപോലെ തന്നെ അവൻ്റെ അനിയനും ഉണ്ട്. ഇവരെ കാണുന്നത് നമ്മുടെ യൂൻഗോലിന് ഭയങ്കര സന്തോഷം. അവൻ ഭയങ്കരമായിട്ട് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും. ഇത് കാണുന്ന അവൻ്റെ ബ്രദർ ചോദിക്കും, അല്ല ഇവനിപ്പോൾ എന്തോ പറ്റിയിട്ട് ഇവ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്ന്. അങ്ങനെ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്തും ബ്രദറിൻ്റെ അടുത്തും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് ഞാനൊരു ടൈം ട്രാവൽ ചെയ്ത് പോയ ഒരു സ്വപ്നം കണ്ടു. അവിടെ അച്ഛനാണെങ്കിൽ +2 പഠിക്കുമായിരുന്നു. പോരാത്തതിന് അച്ഛൻ നന്നായിട്ട് സംസാരിക്കുന്നുമുണ്ട്. അച്ഛൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയല്ലായിരുന്നു, പകരം സിയോങ് എന്ന് പറയുന്ന വേറൊരു പെണ്ണായിരുന്നു എന്ന്. ഇതൊക്കെ കേൾക്കുന്ന അവൻ്റെ അച്ഛൻ ഭയങ്കര ഞെട്ടി നിൽക്കും. എന്നിട്ട് പറയാം, അതൊന്നും അങ്ങനെയല്ല, അതൊക്കെ നിനക്ക് തോന്നുന്നിയാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിലെ അമ്മേനെ തിരക്കുമ്പോൾ എന്തോ അവിടേക്ക് വരുന്നത് നമ്മളുടെ യൂനയല്ല, പകരമായിട്ട് നമ്മുടെ സിയോങ് ആണ്. ഇവരെ കാണുന്നേ നമ്മളുടെ യൂൻഗോയിൽ ഭയങ്കരമായിട്ട് ഷോക്കാവും. അപ്പോൾ അവൻ വിചാരിക്കും ഇതാണോ മാസ്റ്റർ പറഞ്ഞ ചേഞ്ചസ് എന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ, നീ ഇപ്പോൾ 2023 വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം പഴയതുപോലെ ആയിരിക്കത്തില്ല, ഇവിടെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന്. ഇത് ആലോചിക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ വിചാരിക്കും അപ്പോൾ മാസ്റ്റർ പറഞ്ഞ ചേഞ്ചസ് ഇതായിരുന്നു അല്ലേ. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ അവൻ അവിടെ കിടന്ന് വിളിച്ചു പറയും, ഇതെൻ്റെ അമ്മയല്ല, എനിക്ക് ഈ അമ്മയെ വേണ്ട എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും. അവൻ യഥാർത്ഥത്തിൽ ഇതെല്ലാം സ്വപ്നം കണ്ടതായിരുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ ചുറ്റിനും ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. അവന് തന്നെ മനസ്സിലാവത്തില്ല അവനിപ്പോൾ എവിടെയാ നിൽക്കുന്നേ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ യൂനേനെയാണ്. അവളാണെങ്കിൽ നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ ചാൻ അവിടെ ബോധം കെട്ടി കിടക്കുവാണ്. അവനാണെങ്കിൽ നല്ലതുപോലെ പരിക്കും പറ്റിയിട്ടുണ്ട്. വേഗം തന്നെ അവൾ വന്നിട്ട് നമ്മുടെ ചാനിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. എന്നാൽ അവന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവക്ക് സൗണ്ടൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇവളാണെങ്കിൽ അവൻ്റെ നെഞ്ചതെല്ലാം കയറി പിടിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ ദേഹത്തെല്ലാം ഉണ്ടായിരുന്ന ബ്ലഡില്ലേ നമ്മുടെ യൂനയുടെ കയ്യിലും ആവും. അവളാണെങ്കിൽ ഭയങ്കരമായിട്ടും പേടിച്ചു. വേഗം തന്നെ അവൾ ചുറ്റിനുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് വരാൻ പറയും. എന്നാൽ ആരും തന്നെ മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്തെ പെട്ടെന്ന് അവിടേക്ക് സിയോങ് വരുന്നത്. സിയോങ്ങിനെ കണ്ടിട്ട് നമ്മളുടെ യൂനയാണെങ്കിൽ ഹെൽപ്പിന് വേണ്ടി ചോദിക്കും. പെട്ടെന്ന് തന്നെ അവൾ നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ യൂനയുടെ കയ്യിലൊക്കെ ബ്ലഡാണ്. അവൾ വിചാരിക്കുന്നത് യൂനേനെ നേരത്തെ സിയോങ് വണ്ടി ഇടിച്ചില്ലായിരുന്നോ, അതിൻ്റെ പേരിലുണ്ടായ പരിക്കാ എന്നാ. അവൾ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേറെ പറ്റിയോ, നിന്റെ ദേഹത്തെല്ലാം ബ്ലഡ് ആണല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനയാണെങ്കിൽ ഈ സിയോങ്ങിനെ പിടിച്ച് വലിച്ച് നമ്മുടെ ചാനില്ലേ അവൻ കിടക്കുന്ന അടുത്തേക്ക് വരും. അപ്പോഴാണ് നമ്മുടെ സിയോങ് കാണുന്നത് ചാൻ അവിടെ ബോധം കെട്ടി കിടക്കുക എന്ന്. അങ്ങനെ സിയോങ് വേഗം തന്നെ നമ്മുടെ ഈ ആംബുലൻസിനെയൊക്കെ വിളിക്കാനായിട്ട് ഒരുങ്ങും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ യൂൻഗോലിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിലായിട്ടായിരുന്നല്ലോ. അവനങ്ങനെ അവിടെ എല്ലാം ചുറ്റി നടന്നു നോക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരു ഫാമിലി ഫോട്ടോ കാണും. ഈ വീടെന്ന് പറഞ്ഞാൽ വേറെ ആരുടെയല്ല, നമ്മുടെ യൂനയുടെ തന്നെയാണ്. അവിടെയുള്ള ആ ഫാമിലി ഫോട്ടോയിലെ നമ്മുടെ യൂന, അവളുടെ അച്ഛൻ, പിന്നെ അവളുടെ വളർത്തമ്മ, അവരുടെ 2 മക്കൾ, ഇത്രയും പേരുള്ള വലിയൊരു ഫാമിലിയാണ്. നമ്മുടെ യൂൻഗോയിൽ ഇങ്ങനെ നോക്കുന്നതും പെട്ടെന്ന് അവന് സ്ട്രൈക്ക് ആവും, ഈ പെങ്കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ യൂൻഗോയിൽ അന്ന് കുട കൊടുക്കാൻ നേരത്ത് യൂനേനെ ശ്രദ്ധിച്ചായിരുന്നല്ലോ. അങ്ങനെ അവൻ അത് ഓർമ്മ വരും. അപ്പോഴേക്കും അവിടേക്ക് ഈ ചെയർമാൻ്റെ മോൻ വരും. അവൻ നമ്മുടെ യൂൻഗോലിനെ കണ്ടിട്ട് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. അവനാണെങ്കിൽ പറയും, നിനക്കാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ആക്സിഡൻറ്റ് പറ്റിയേക്കുമല്ലേ, പോരാത്തതിന് ഇതിൻ്റെ പേരിൽ ചീത്തപ്പേര് കേൾക്കാൻ പോകുന്ന ഞങ്ങളുടെ കമ്പനി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നീ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് തന്നേ പറ്റൂ, നീ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കത്തില്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ പറയും, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി, ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം, നിങ്ങൾ പറയുന്ന ഏത് പേപ്പറിലും ഞാൻ സൈൻ ചെയ്ത് തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂൻഗോയിൽ ആ പേപ്പറിനകത്ത് സൈൻ ചെയ്തങ്ങ് കൊടുക്കും. എന്നിട്ട് അവനാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തോ അവൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ യൂന നടന്നു വരും. ഇവളെ കാണുന്നേ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ അവളെടുത്ത് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. അന്ന് നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്തായിരുന്നു, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഇത് കാണുന്നേ നമ്മളുടെ യൂനയാണെങ്കിൽ വലിയ മൈൻഡ് ഒന്നും ആക്കത്തില്ല. അവളാണെങ്കിൽ നമ്മുടെ യൂൻഗോയിലിനെ മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് കയറി പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്നാണ് നമ്മുടെ യൂൻഗോയിൽ അവളുടെ നെയിം ബാഡ്ജിലുള്ള പേര് ശ്രദ്ധിക്കുന്നത്. അതായത് യൂന എന്നായിരുന്നു. അപ്പം തന്നെ അവന് സ്ട്രൈക്ക് ആവും, ഇത് വേറെ ആരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ് എന്ന്. അവൻ അങ്ങനെ വേഗം നമ്മുടെ ഈ യൂനയിലെ അവളുടെ പുറകെ ഓടാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനയ്ക്ക് ചെവി കേൾക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ യൂൻഗോയിൽ അമ്മ അമ്മ എന്ന് വിളിക്കുന്നതെന്നൊന്നും അവൾ കേൾക്കത്തില്ല. അവനാണെങ്കിൽ ആ വീട്ടിനകത്തോട്ട് ബലം പ്രയോഗിച്ച് കയറാനൊരുങ്ങും. പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാവരും കൂടി വന്നിട്ട് നമ്മുടെ യൂൻഗോയിലിനെ അങ്ങ് തടയും. എന്നാലും അവൻ അവസാനം ഫൈറ്റ് ചെയ്തിട്ട് ഈ വീടിൻ്റെ അകത്തായിട്ട് കയറും. അവനിങ്ങനെ ഭയങ്കര ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ആ ചെയർമാൻ്റെ മോനില്ലേ, അവൻ വന്ന് കണ്ടിട്ട് വയ്ക്കും, നീ ഇവിടെ എന്തോ കാണിക്കുക, നിന്നെ ഇപ്പം ഞാനാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടേയല്ലേ ഉള്ളൂ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ പറയും, എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടുത്തെ ആ പെങ്കൊച്ചിനെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന്. പെട്ടെന്ന് ആ ചെയർമാൻ്റെ മോൻ പറയും, നീയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ എഴുതി സോൾവ് ആക്കിയതാണ്, ഇനി നിനക്ക് ഇവിടെ യാതൊരു വോയിസും ഇല്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം. പെട്ടെന്ന് നമ്മുടെ യൂൻഗോയിൽ ശ്രദ്ധിക്കും, ആ ചെയർമാൻ്റെ മോൻ്റെ കയ്യിലായിട്ട് ഇവനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സൈൻ ചെയ്ത് കൊടുത്ത എഗ്രിമെൻറ്റില്ലേ അതിരിക്കുന്നത്. അവൻ വേഗം തന്നെ ഇവൻ്റെ കയ്യിൽ
കയ്യിൽ നിന്ന് ആ എഗ്രിമെന്റ് വാങ്ങിച്ചിട്ട് അങ്ങ് കീറിക്കളയും. എന്നിട്ട് പറയും, ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു എഗ്രിമെന്റും ഇല്ല, മര്യാദയ്ക്ക് എന്നെ നല്ലതുപോലെ സെർവ് ചെയ്തോണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ എനിക്ക് സംഭവിച്ചത് എല്ലാവരുടെയും മുമ്പിൽ റിവീലാക്കും. എനിക്ക് നിങ്ങൾ കോമ്പൻസേഷൻ തന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ തരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ യൂൻ ഗോയിൽ ഇങ്ങനെ സംസാരിക്കും. ഇത് കേൾക്കുന്ന ആ ചെയർമാൻ്റെ മോനുണ്ടല്ലോ, അവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് യൂൻ ഗോയിലിനെ എടുത്തിട്ട് അടിക്കും. ഒരടി കിട്ടുന്നേ നമ്മുടെ യൂൻ ഗോയിൽ ബോധം കെട്ടങ്ങ് വീഴും. അവൻ്റെ ബോധം കെടൽ കണ്ടാലേ നമുക്ക് മനസ്സിലാവും അവനിത് ആക്ട് ചെയ്യുക എന്ന്. അങ്ങനെ ഇവരെല്ലാവരോടും ചേർന്നിട്ട് ഒരു ബെഡ്റൂമിലായിട്ട് കൊണ്ടുവന്ന് കിടത്തും. അവിടെ നമ്മുടെ യൂൻ ഗോയിൽ അഭിനയിക്കുമല്ലായിരുന്നോ. എല്ലാവരും പോയി കഴിയുന്നേ അവൻ വേഗം കണ്ണുറക്കും. എന്നിട്ട് അവനിരുന്ന് ആലോചിക്കും, എന്നാലും എൻ്റെ അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആരുമില്ല, അമ്മ ഒരു ഓർഫനാണെന്നല്ലേ. എന്നിട്ട് നോക്കിയാണെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു ഫാമിലി തന്നെ ഉണ്ട്. എന്നിട്ടാണോ അമ്മ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞത്? അമ്മ അങ്ങനെ കള്ളം പറയാനുള്ള റീസൺ എന്തുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂൻ ഗോയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അവനാണെങ്കിൽ അവൻ്റെ അമ്മയെടുത്ത് എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചെയർമാൻ്റെ രണ്ടാമത്തെ മോള് വരുന്നതാണ്. അവളുടെ ആണെങ്കിൽ കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അവൾ വീട്ടിൽ വന്ന് കയറുന്നതും അവളുടെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ യൂന നടന്നു പോകും. ഈ യൂനേനെയാണെങ്കിൽ ആ വീട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ല. ഈ പെണ്ണാണെങ്കിൽ യൂനേനെ കാണുന്നതും അവളെ വെറുതെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, ഓഹോ നിൻ്റെ ഉടുപ്പിലെല്ലാം ബ്ലഡ് ആണല്ലോ, നീ ഇത്തവണ എവിടെ പോയി അടി ഉണ്ടാക്കിയത്? അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനേനെ തട്ടിയിടാനൊക്കെ നോക്കും. പെട്ടെന്ന് തന്നെ യൂനയുടെ കയ്യിൽ നിന്ന് അവൾക്കാണെങ്കിൽ നമ്മുടെ ചാൻ കൊടുത്ത ആ കീ ചെയിനില്ലേ അതങ്ങ് താഴേക്ക് വീഴും. ഇത് കാണുന്ന ആ പെണ്ണ് പറയും, ആഹാ നല്ല കീ ചെയിൻ ആണല്ലോ, എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരെണ്ണം എന്നാ, ഇത് ഞാൻ എടുക്കുവാണേ. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനയ്ക്ക് സഹിക്കത്തില്ല. അവള് ഈ പെണ്ണിന്റെ തല കീറി അങ്ങ് പിടിക്കും. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ കീ ചെയിൻ അങ്ങ് വാങ്ങിച്ചെടുക്കും. ഇവളുമാര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കത്തില്ല, നല്ലതുപോലെ ഫൈറ്റ് ചെയ്യും. ആ ടൈമിൽ തന്നെ നമ്മുടെ ഈ ചെയർമാൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവർ വരും. അവരാണെങ്കിൽ അവരുടെ മോൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്? നിന്നെ കാരണം ഈ കമ്പനിയുടെ പേര് തന്നെ ചീത്തയാവാൻ പോവുകയാണ്, നിനക്ക് ഒരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, നീ എന്തിനാ ആ ചെറുക്കനെ എടുത്തിട്ട് അടിച്ചത്? അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ വഴക്കുറയും. എന്നിട്ട് പറയും, ഇതെങ്ങാനും ചെയർമാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്ന്. പെട്ടെന്ന് തന്നെ അവർ സൗണ്ട് കേട്ടിട്ട് മുകളിലോട്ട് വരും. അവിടെയാണെങ്കിൽ അവളുടെ മോളും അതേപോലെ തന്നെ യൂനയും കൂടി തമ്മിൽ അടി കൂടുമല്ലായിരുന്നു. ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവരുടെ മോള് തന്നെയാണ് ഇവിടെ പ്രശ്നക്കാരി എന്ന്. എങ്കിലും അവരാണെങ്കിൽ നമ്മളുടെ യൂനേനെ വഴക്ക് പറയാനായിട്ട് തുടങ്ങും. എന്നിട്ട് പറയും, നീ അല്ലേലും ഭയങ്കര വിയേർഡായിട്ടാണ്, നിനക്ക് ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല, നിനക്ക് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനേനെ വഴക്ക് പറയാൻ തുടങ്ങും. എന്നിട്ടാണെങ്കിൽ പറയും, ആ കീ ചെയിൻ ഇങ്ങ് താ എന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പെണ്ണ് പറയും, അതെൻ്റെ കീ ചെയിനാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ട് പുറത്തുനിന്ന് അയച്ചതാ എന്ന്. ഇത് കേൾക്കുന്ന ആ ലേഡി വന്നിട്ട് നമ്മുടെ യൂനയുടെ കയ്യിൽ നിന്ന് കീ ചെയിൻ ചോദിച്ചു വാങ്ങിക്കും. നമ്മുടെ യൂനയാണെങ്കിൽ കീ ചെയിൻ കൊടുക്കത്തില്ല എന്നുള്ള മട്ടിൽ ആ കീ ചെയിൻ പുറകിലായിട്ട് ഒളിപ്പിച്ച് വയ്ക്കും. എന്നാൽ ഈ ലേഡിയാണെങ്കിൽ നമ്മളുടെ യൂനയുടെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അവർ നമ്മുടെ യൂനേനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും, അവളെ നല്ലതുപോലെ അടിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻ ഗോയിൽ അവിടേക്ക് വന്നിട്ട് ഇവരെ അങ്ങ് തടയും, ഇവരുടെ കയ്യിൽ കയറി പിടിക്കും. എന്നിട്ട് നമ്മുടെ യൂനെ എടുത്ത് അവൻ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കാൻ തുടങ്ങും. അവൻ ചോദിക്കും, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ യൂനയുണ്ടല്ലോ അവൾ ഭയങ്കര ഷോക്കാകും. അവളിങ്ങനെ ആലോചിക്കും, ഇത് സൈൻ ലാംഗ്വേജ് അല്ലേ എന്ന്. പെട്ടെന്ന് തന്നെ ആ ലേഡി ഉണ്ടല്ലോ അവരിരുന്നിട്ട് ആലോചിക്കും, ഇത് സൈൻ ലാംഗ്വേജ് അല്ലേ, ഇവിടെ ഈ വീട്ടിൽ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻ ഗോയിലേക്കും, പിന്നെ എങ്ങനെയാണ് യൂനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അവൾക്ക് കേൾക്കാനും സംസാരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ മാത്രമല്ലേ അവളെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്ന ആ ലേഡി ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. അവരാണെങ്കിൽ പറയും, ഇതെൻ്റെ വീട്ടിലെ കാര്യമാണ്, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പുറത്ത് വെക്കണോ എന്ന്. അപ്പോൾ നമ്മുടെ യൂൻ ഗോയിൽ പറയും, അങ്ങനെയൊന്നും പുറത്തു പോകാൻ പറ്റത്തില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പുറത്തുള്ള എല്ലാവരെയും അറിയിക്കും, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. ഇങ്ങനെ ഇവൻ ഭയങ്കര ഇതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ആ ചെയർമാൻ അവിടേക്ക് കയറി വരും. അയാൾ ചോദിക്കും, ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന്. സത്യത്തിൽ നമ്മുടെ യൂൻ ഗോയിലാണെങ്കിൽ യൂനയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുവാണല്ലോ, അവനാണെങ്കിൽ യൂനയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ചെയർമാൻ പറയും, ഇവിടെ എന്തായിരുന്നാലും നമുക്കത് ക്യാബിനിൽ പോയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് യൂൻ ഗോയിലിനെ അവൻ പേഴ്സണലി സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. അവനും അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചാനിനെയാണ്. അവനിപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു, അവനിപ്പോൾ കുറേയൊക്കെ റിക്കവറായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് അവനോട് ചോദിക്കും, അല്ല നിനക്ക് എന്തോ പറ്റിയതാ? പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ പറയും, അതായത് കുറച്ച് ചെറുക്കന്മാർ യൂൻ ഗോയിലിനെ കിട്ടിയെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തി എൻ്റെ കയ്യിലുള്ള പണമൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാ. എന്നിട്ട് അവന്മാർ എന്നെ എടുത്തിട്ട് ഇടിക്കാനും നോക്കി. അവിടെയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്നിട്ട് ഇക്കാര്യം ഭയങ്കര സീക്രട്ടാക്കി വെച്ചേക്കുമായിരുന്നു. അതായത് നമ്മുടെ ചാനിൻ്റെ മുത്തശ്ശി എടുത്ത് പറയാതെ. അപ്പോഴും നമ്മുടെ ചാൻ ഇങ്ങനെ പറയും, അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല, എന്തൊക്കെയായിരുന്നാലും അവസാനം എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വന്നത് സിയോങ് ആണെന്ന് മാത്രം അറിയാം. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ് അവിടേക്ക് വരും. അവൾ അവിടെ വന്നിട്ട് പറയും, യഥാർത്ഥത്തിൽ നിൻ്റെ ജീവൻ രക്ഷിച്ച ഞാനല്ല, പകരം യൂന എന്ന് പറയുന്ന ഒരു പെണ്ണായിരുന്നു. ഇത് കേൾക്കുന്നേ ചാൻ ചോദിക്കും, യൂനയാണോ എൻ്റെ ലൈഫ് രക്ഷിച്ചത്? നീ എന്താ അവളെ അറിഞ്ഞൂടാത്തതുപോലെ സംസാരിക്കുന്നേ? അവള് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ല,
ഉണ്ടായിരുന്നില്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവള് പറയും, ഓ യൂന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ. യഥാർത്ഥത്തിൽ സിയോങ് എന്ന് പറയുന്നത് നമ്മളുടെ യൂനു ആണല്ലോ. അവൾക്കാണെങ്കിൽ യൂന എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുമായിട്ട് നല്ല പരിചയമൊന്നും ഇല്ല. അപ്പൊ അവള് പറയും, അവൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞൊന്നുമില്ല, അവളൊന്നും മിണ്ടാതെ അവിടെ നിന്നങ്ങ് പോയി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ഭയങ്കര അതിശയത്തിൽ പറയും, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, അവൾക്ക് ചെവിയേക്കാനും പറ്റത്തില്ല, അവൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് ഭയങ്കര ഷോക്കാകും. അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങും. പെട്ടെന്ന് തന്നെ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും പറയും, ഞങ്ങളെല്ലാവരോട് ചേർന്നിട്ട് യൂൻഗോലിനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന്. അങ്ങനെ നമ്മുടെ സിയോങ് പുറത്തോട്ട് ഇറങ്ങുന്നേ അവളിങ്ങനെ വിചാരിക്കും, എന്നാലും എൻ്റെ അമ്മ ഭയങ്കര വിചിത്രമാണല്ലോ. അമ്മയ്ക്ക് സംസാരിക്കുകയും ചെവിയും കേൾക്കാത്ത പെങ്കൊച്ചുമായിട്ടും നല്ല കൂട്ടുണ്ടായിരുന്നു അല്ലേ, അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലേ അവള്, ഞാൻ ഒട്ടും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല എന്ന് അവളിങ്ങനെ പറയും. അങ്ങനെ അവൾ നടന്നു വരാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഡോക്ടറിനെ കാണും. ഈ ഡോക്ടറിനെ കാണുന്നത് നമ്മളുടെ ഈ സിയോങ് ഇല്ലേ, അവൾ ഭയങ്കര ഷോക്കാകും. അവൾ അവിടെ നിന്ന് അയാളെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് വേറെ ആരുമല്ല, നമ്മുടെ യൂൻവോ ഇല്ലേ, അവളുടെ അച്ഛൻ തന്നെയാണ്, അതായത് സിയോങ് കല്യാണം കഴിച്ച ആള്. ഇവളവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ, ഇവളുടെ അച്ഛനാണെങ്കിൽ കൂടെ നിൽക്കുന്ന നേഴ്സുമാരുമായിട്ട് നല്ലതുപോലെ ഫ്ലേർട്ട് ചെയ്യുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ് ഇങ്ങനെ പറയും, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്തായിരുന്നാലും നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് വേറൊരാളായിരുന്നു ഫസ്റ്റ് ലവ്, അമ്മ അയാളെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറയും. അവിടെയാണെങ്കിൽ അവളുടെ അച്ഛൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് തന്നെ, ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച US പോകുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിയോങ് US അതുകൊണ്ടാണ് അയാൾ അവിടേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നത്. നമ്മുടെ സിയോങ് ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെയുള്ള അവളുടെ അച്ഛൻ്റെ കാറില്ലേ, അതിനകത്ത് നല്ലതുപോലെ സ്ക്രാച്ച് ഒക്കെ ആക്കി വെക്കും. എന്നിട്ട് അവൾ പറയും, ഞാനാണെങ്കിൽ ഈ ടൈമിൽ എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ആക്കിയല്ലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ കാർ നശിപ്പിക്കുമെന്നും പറഞ്ഞിട്ട് അവൾ അതൊക്കെ വരച്ചു വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യൂൻഗോലിനെയാണ്. അവനാണെങ്കിൽ ഒരു കോളിംഗ് ബൂത്തിൽ വന്നിട്ട് നമ്മുടെ ഈ മാസ്റ്ററിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ അയാൾക്കാണെങ്കിൽ കോള് കണക്ട് ആവത്തൊന്നുമില്ല. അങ്ങനെ നമ്മുടെ യൂൻഗോയിൽ ഇങ്ങനെ നടന്നു പോകുന്നിടത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഒരു കോളിങ്ങിൻ്റെ സൗണ്ട് കേൾക്കും. അവനങ്ങനെ അവിടെ എല്ലാം വന്ന് നോക്കും. അവൻ കോളിങ് എടുക്കുന്നത് തന്നെ നമ്മളുടെ ഈ സിയോങ് ആയിരുന്നു. അവളാണെങ്കിൽ ഫോണിലെടുത്തിട്ട് സംസാരിക്കാൻ എടുക്കും. എന്നിട്ട് പറയും, എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് ആരാ എന്ന്, എനിക്കത് കണ്ടുപിടിച്ചേ പറ്റത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഇതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പുറകിനെ തന്നെ നമ്മുടെ യൂൻഗോയിലും വന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ ഇവളുടെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ സിയോങ് ഫോണിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ അവൻ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. ഉടനെ തന്നെ നമ്മുടെ സിയോങ് പറയും, അല്ല നീ ഇവിടെ എന്തെടുക്കുക, നിന്നെ തേടി ആ ചാൻ എന്തുമാത്രം കിടന്ന് അലയുന്നെന്നറിയാവോ, നീ വേഗം വാ, നമുക്ക് ആ ചാനിനെ മീറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ യൂൻഗോൽ പറയും, വേണ്ട വേണ്ട, എനിക്ക് അവനെ കാണുകയൊന്നും വേണ്ട, ഞാൻ അവൻ്റെ അടുത്തുനിന്ന് മാറി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിയോങ് പറയും, അങ്ങനെയല്ല, അവനെ നീ കണ്ടേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ നമ്മുടെ യൂൻഗോൽ അതിനൊന്നും റെഡി ആയിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ സിയോങ് പറയും, ഓക്കെ, എന്നാൽ പിന്നെ നീ അവനെ കണ്ട എൻ്റെ കൂടെ ഒരു ഫുഡ് കഴിക്കാൻ വന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ യൂൻഗോലിനെ വിളിച്ചടിച്ചുകൊണ്ട് വരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവക്കാണെങ്കിൽ മറ്റേ സ്പൈസി ഫുഡ് കഴിക്കൂല്ലേ എന്ന് ട്രൈ ചെയ്യണ്ടേ. അവളാണെങ്കിൽ നമ്മുടെ ഈ സിയോങ്ങിനെ ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് കൊണ്ടുവന്നിട്ട് അവന് നല്ല സ്പൈസി ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, ഇത് കഴിക്കുകയെന്ന്. എന്നാൽ നമ്മുടെ ഈ യൂൻഗോയിലാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ എന്നെ ഇത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്, നിനക്ക് എന്തോ വേണം. അപ്പോൾ നമ്മുടെ ഈ സിയോങ് പറയും, അല്ല നീ ഇത് കഴിക്കുക, നീ എന്തിനാ ഇങ്ങനെ ചാൻ്റെ അടുത്ത് നിന്ന് ഇപ്പം നല്ലതുപോലെ മാറി നടക്കുന്നത്. അപ്പം നമ്മുടെ യൂൻഗോയിൽ പറയും, എനിക്ക് ചാൻ്റെ അടുത്ത് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമല്ല, നീ എന്തിനാ ആവശ്യമില്ലാതെ ചാൻ്റെ ലൈഫിലായിട്ട് കയറി ഇറങ്ങുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവൻ്റെ ലൈഫിൽ നിന്ന് മാറിപ്പോവാന്ന് തീരുമാനിച്ചെന്ന് നമ്മുടെ യൂൻഗോയിൽ പറയും. അവൻ എന്നിട്ട് ആ ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിക്കാതെ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകും. അവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ചാനനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ സിയോങ് പറഞ്ഞിട്ട് അറിഞ്ഞായിരുന്നല്ലോ, അതായത് യൂന തന്നെയാണ് അവൻ്റെ ലൈഫ് രക്ഷിച്ചേ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യൂനയുടെ അഡ്രസ്സൊക്കെ തപ്പി അവളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് വരും. അവളുടെ വീട് വലിയ വീടാണല്ലോ, അവിടെ നല്ല സെക്യൂരിറ്റീസും ഉണ്ട്. അവനാണെങ്കിൽ പുറത്ത് വന്ന് നിന്നിട്ട് യൂനനെ കാണണമെന്ന് പറയും. എന്നാൽ അവിടെയുള്ള ആ ലേഡീസ് നമ്മുടെ ഈ യൂനേനെ കാണാൻ വേണ്ടിയിട്ട് ഇവനെ സമ്മതിക്കത്തില്ല. അവർ വന്നിട്ട് പറയും, യൂനയ്ക്ക് നിങ്ങളെ അറിയത്തില്ല എന്നാ പറയുന്നത്, നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാന് ഭയങ്കര സങ്കടവും. അവനാണെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റാനാ, അവനങ്ങനെ നമ്മുടെ യൂനനെ കാണാതെ അവിടെ നിന്ന് തിരിഞ്ഞങ്ങ് നടക്കും. യഥാർത്ഥത്തിൽ ഇതെല്ലാം അകത്ത് നിന്നിട്ട് നമ്മുടെ യൂന കാണുമായിരുന്നു. അവളാണെങ്കിൽ ജനലിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കും. കൂട്ടത്തിൽ തന്നെ അവൾ ജനലിനായിട്ട് നമ്മുടെ ഈ ചാനിൻ്റെ പേരെഴുതിയിട്ട് ഒരു ഹാർട്ടിൻ്റെ സിമ്പലും വരയ്ക്കും. അവളുടെ തൊട്ട് പുറകെ ആയിട്ട് തന്നെ നമ്മുടെ
നമ്മുടെ യൂൻകോയിൽ കയറി വന്നായിരുന്നു. അവരാണെങ്കിൽ ഈ യൂനെ എടുത്ത് സൈൻ ലാംഗ്വേജിൽ സംസാരിച്ചിട്ട് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനിയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ ചാൻ എങ്ങനെയാണ് എൻ്റർ ആയത് എന്നുള്ള കാര്യം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ആ ചെയർമാൻ ആണെങ്കിൽ യൂൻകോലിനെ വിളിച്ച് സംസാരിക്കാനായിട്ട് ഒരുങ്ങിയില്ലായിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചായിരുന്നു, നിനക്ക് എന്തുവാ വേണ്ടേ എന്ന്. നമ്മുടെ യൂൻകോയിൽ അങ്ങനെ പറയാനായിട്ട് തുടങ്ങും. അതായത് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് മാരേജ് ചെയ്തേക്കുവാന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ യൂനെ എന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തം മോള് തന്നെയല്ലേ. അപ്പോൾ അവൾക്ക് കുറച്ചെങ്കിലും കെയർ കൊടുത്തുകൂടെ? നിങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെയുള്ള ആ ലേഡിയും അവരുടെ മക്കളും കൂടി ചേർന്നിട്ട് ഇവിടെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യുവാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തതാണോ അതോ നിങ്ങൾ അതിൻ്റെ മേലിൽ കണ്ണടയ്ക്കുന്നതാണോ എന്നൊക്കെ നമ്മുടെ യൂൻകോയിൽ ചോദിക്കും. കൂട്ടത്തിൽ തന്നെ അവൻ പറയും, അവക്കാണെങ്കിൽ ഈ വീട്ടിൽ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള അധികാരം പോലും ഇല്ലേ. അവൾക്ക് അങ്ങനെയല്ലേ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. എന്താ നിങ്ങൾ ഈ പുറം ലോകത്തിനെ നിങ്ങളുടെ മോക്ക് ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് എന്നൊക്കെ നമ്മുടെ യൂൻകോയിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചെയർമാൻ പറയും, അങ്ങനെയൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ മോള് നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ, നിനക്ക് 1 മാസം സമയം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ചെയർമാൻ ആണെങ്കിൽ യൂൻകോലിന് ടൈം കൊടുക്കും. അങ്ങനെയാണ് അവനിപ്പോൾ നമ്മുടെ യൂനയ്ക്ക് വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. പിന്നീട് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അവനാണെങ്കിൽ അവിടെ നമ്മുടെ യൂനെടുത്ത് നല്ലതുപോലെ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും ഈ യൂനെ എന്ന് പറയുന്നത് നമ്മുടെ യൂൻകോലിൻ്റെ അമ്മ തന്നെയല്ലേ. അവനെ സംബന്ധിച്ച് അവൻ്റെ അമ്മ തന്നെയായിരുന്നു അവൻ ആദ്യമേ സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അവൻ അതൊക്കെ ഇരുന്ന് ആലോചിക്കും. അവനൊരിക്കലും നമ്മുടെ യൂനെടുത്ത് തുറന്നു പറയാനും പറ്റത്തില്ല, ഞാനെന്ന് പറയുന്നത് നിങ്ങളുടെ മോനാണ് എന്ന്. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഇമോഷണലാവും. അവൻ അവിടെ ഇരുന്ന് നല്ലതുപോലെ കരയും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെ നമ്മുടെ യൂൻകോയിൽ നമ്മുടെ ഈ യൂനയുടെ കൂടെ തന്നെ സെയിം സ്കൂളിൽ പഠിക്കാനായിട്ടാണ് വരുന്നത്. അവനാണെങ്കിൽ ആ ചെയർമാനാണ് കേട്ടോ ഇങ്ങനൊരു അവസരം തന്നെ കൊടുത്തത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്കൂളിലോട്ട് കാറിലായിട്ട് വരും. ഇവർ രണ്ടെണ്ണം ഇറങ്ങുന്നതും ചുറ്റിനുള്ള എല്ലാ കുട്ടികളും ഇവരെ നോക്കിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ സിയോങ്ങും അവിടെയായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അവൾ കാണുമ്പോൾ എന്തുവാ, നമ്മളുടെ യൂൻകോയിലും ഈ യൂനയുടെ കൂടെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ഇവളാണെങ്കിൽ അവിടെ നിന്നിട്ട് നമ്മുടെ യൂൻകോയിലിനെ വിളിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ അവൻ കണ്ടാലും കണ്ട ഭാവം കാണിക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ സിയോങ് ആണെങ്കിൽ നമ്മുടെ ചാനിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യും. അതായത് നീ തേടിക്കൊണ്ടിരിക്കുന്ന യൂൻകോയിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിലായിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാനിന് ഭയങ്കര സന്തോഷമാവും. അവൻ വേഗം തന്നെ അവൻ്റെ ബാൻഡിലുള്ള ബാക്കിയുള്ള ആൾക്കാരില്ലേ അവരുടെ എല്ലായിടത്തും വന്നിട്ട് പറയുന്നതാണ്, അതായത് ഞാൻ യൂൻകോലിനെ കണ്ടുപിടിച്ചു, അവനെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ബാൻഡിലായിട്ട് തിരിച്ചു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ പ്ലാൻ ചെയ്യും. അതായത് നമ്മുടെ യൂൻകോലിൻ്റെ സ്കൂളില്ലേ അവിടെയായിട്ട് ചെന്നിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂൻകോയിലാണെങ്കിൽ അവിടെ ക്ലാസ് ഇരുന്നിട്ട് യൂനയ്ക്ക് സൈൻ ലാംഗ്വേജിൽ ഓരോന്നൊക്കെ സംസാരിക്കുന്ന. അവൻ പറയും, എന്തായിരുന്നാലും നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ, ഇനി മുതൽ ഞാൻ നിൻ്റെ ഫ്രണ്ടായിട്ടിരിക്കുക എന്ന്. അവനങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളുടെ യൂനയുടെ ആ അനിയത്തി ഉണ്ടല്ലോ അവളും തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പോൾ അവൾ പറയും, ഈ ചെറുക്കൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, അതും ഇവളുടെ കൂടെ ഭയങ്കര കൂട്ടാണ് എന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻകോയിലാണെങ്കിൽ വാഷ്റൂം പോകാനെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. അവനങ്ങനെ നടന്നു വരുന്നതും അവിടെയായിട്ട് നമ്മുടെ സിയോങ് നിൽക്കുമായിരുന്നു. അവളാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ യൂണിഫോമിലാണ്, പക്ഷേ അവൾ ക്യാപ്പും വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ സ്കൂളിലുള്ള ആർക്കും അറിയത്തില്ല അവൾ US നിന്ന് തിരിച്ചു വന്ന കാര്യം. അവളങ്ങനെ അവിടെ ഹൈഡായിട്ട് നിന്നിട്ട് നമ്മുടെ ഈ യൂൻകോയിലിനെ കാല് വെച്ച് മറിച്ചിടാൻ നോക്കും. എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് ഒരു ഗാർഡനിലായിട്ട് വന്നിട്ട് സംസാരിക്കാനായിട്ട് ഇറങ്ങും. അവൾ പറയും, നീ എന്തിനാ ഇപ്പോൾ ഈ സ്കൂളിലായിട്ട് വന്ന് ജോയിൻ ചെയ്തത്? അവിടെയാണെങ്കിൽ ചാൻ നിനക്ക് വേണ്ടി എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാവോ? നിനക്കറിയാവോ അവനാണെങ്കിൽ നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഈ സിയോങ് ആണെങ്കിൽ നമ്മുടെ ചാനിന് എന്താണോ സംഭവിച്ചത് അതവിടെ പറയും. അതായത് അവനെയാണെങ്കിൽ കുറേ ആൾക്കാർ എടുത്തിട്ട് അടിച്ചു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻകോയിലില്ലേ അവൻ ഭയങ്കര ഷോക്കാകും. അവനാണെങ്കിൽ ചോദിക്കും, അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന്. സത്യത്തിൽ ഇപ്പോൾ സിയോങ് പറഞ്ഞിട്ടാണ് അവൻ ഇക്കാര്യം എല്ലാം അറിയുന്നത്. അങ്ങനെ അവൻ പറയും, ചാനിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ പെട്ടെന്ന് തന്നെ ഭയങ്കര വലിയൊരു പാട്ട് കേൾക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനും ടീമും കൂടി ചേർന്നിട്ട് യൂൻകോയിലിൻ്റെ അടുത്ത് സോറി പറയാൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു പെർഫോമൻസ് കാണിക്കുന്നതായിരുന്നു. അതായത് നമ്മുടെ ഈ സ്കൂളിൻ്റെ മുമ്പിലായിട്ട്. ഇത് കേൾക്കുന്നതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസും അവിടേക്ക് ഓടി വരും.
അത് പെർഫോമൻസ് കാണാൻ വേണ്ടി നമ്മളുടെ യൂൻഗോയിലും അതേപോലെ തന്നെ സിയോങ്ങും ഓടി വരും. നമ്മളുടെ യൂനയും ഇറങ്ങി വരും. ഇവർ നല്ല കിടിലമായിട്ടാണ് കേട്ടോ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ഈ യൂൻഗോലിനെ കാണുന്നതും ചാൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് യൂൻഗോലിൻ്റെ അടുത്ത് സോറി പറയാനായിട്ട് ഒരുങ്ങും. അവൻ പറയും, മുന്നേ എൻ്റെ ഭാഗത്ത് തന്നെ ആയിരുന്നു തെറ്റ്, നീ എന്നോട് ക്ഷമിക്കണം, ഞാനിനി മുതൽ നല്ലതുപോലെ പഠിക്കാം, നീ അതുകൊണ്ട് എൻ്റെ ബാൻഡിൽ വീണ്ടും ജോയിൻ ചെയ്യണം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോയിൽ എന്ന് ആലോചിക്കും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവൻ്റെ അമ്മയായിട്ടുള്ള യൂനെ കാണും. അപ്പോൾ അവൻ വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും ഞാനിവിടെ ഒരു കണ്ടീഷൻ വെച്ചേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് അവൻ പറയും, ഞാനാണെങ്കിൽ നിൻ്റെ ബാൻഡിൽ ജോയിൻ ചെയ്യാം, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ നമ്മുടെ ചാൻ ചോദിക്കും, അതെന്താ? അപ്പോഴാണെങ്കിൽ നമ്മളുടെ ഈ യൂൻഗോയിൽ പറയും, അതായത് നീ ഇനി മുതൽ സിയോങ്ങിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയാനും പാടില്ല, അവളുടെ പുറകെ നടക്കാനും പാടില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ഭയങ്കര ഷോക്കാകും. അപ്പോൾ അവൻ ചോദിക്കും, അതിൻ്റെ കാരണം? അപ്പോൾ നമ്മുടെ യൂൻഗോയിൽ അവിടെ റിവീലാക്കും, അതായത് അവനാണെങ്കിൽ സിയോങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. സത്യത്തിൽ ഇവനാണെങ്കിൽ ഇവിടെ കള്ളം പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ഭയങ്കര ഷോക്കാകും. അതേപോലെ തന്നെ നമ്മുടെ സിയോങ്ങും ഷോക്കാകും. അവളിങ്ങനെ വിചാരിക്കും, അതായത് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉള്ള ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഇവൻ തന്നെയാണല്ലേ എന്ന്. ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുമായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.